ഹായ്, ഉണ്ണി വാവ വ്ളോഗ്സ്. ഉണ്ണി വാവ വ്ളോഗ്സ് ഞാൻ കാണുന്ന, ഞാൻ സ്ഥിര പ്രേക്ഷകയൊന്നും അല്ല. അപ്പോൾ ചിലപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അത്ര പരിചിതമുണ്ടാവില്ല. അതുകൊണ്ട് ചെറിയൊരു ഇൻട്രോ തരാം. അമ്മയും രണ്ട് പെൺമക്കളും ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ വ്ളോഗ്, നമ്മുടെ ഉപ്പുമുളക് ലൈറ്റ് ഫാമിലി പോലത്തെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു വ്ളോഗിങ്. അതിനകത്ത് കൂടുതലും പ്രാങ്ക് വീഡിയോസാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അവരുടെ ഫോളോവർ അല്ല, സബ്സ്ക്രൈബർ അല്ല. ഇപ്പോഴാണ്, ഇതിന് മുമ്പ് നടന്നതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈ ഒരു വിഷയം ചേച്ചി എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചു കൊണ്ടുവന്നിട്ട്, കാരണം ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ മെയിൻ ചർച്ചാ വിഷയം തന്നെ ഉണ്ണി വാവ വ്ളോഗ്സ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇതിനെപ്പറ്റി ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിത് എന്താണെന്ന് കൗതുകത്തോടു കൂടി പോയി നോക്കുമ്പോൾ ഇവരുടെ അമ്മായിയമ്മ, അതായത് ഈ ഉണ്ണി വാവ വ്ളോഗ്സ് ചെയ്യുന്ന കുട്ടികളുടെ അച്ഛൻ ബഹറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ വെച്ച് പുള്ളി തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. റീസെൻ്റ്ലിയാണ്, ഐ 1 or 2 വീക്ക് ബിഫോറാണ് പുള്ളി മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം തിരുവോണ ദിവസമാണ് മരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം മരണപ്പെട്ട അദ്ദേഹം എന്തിന് മരിച്ചു, എങ്ങനെ മരിച്ചു എന്നൊന്നും അറിയത്തില്ല. സൂയിസൈഡ് ആണെന്ന് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. റീസെൻ്റ്ലി ഈ കുട്ടി എന്ത് ചെയ്തിരിക്കുന്നു, ഒരു വ്ളോഗ് ചെയ്തു. വ്ളോഗല്ല, ഒരു ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു. എന്തോ ഒരു ക്രീമിൻ്റെയോ മറ്റോ പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു. അതിനെ എടുത്തു വെച്ചിട്ടാണ് മിക്കവാറും ആൾക്കാരൊക്കെ അതിനെ വിമർശിച്ചിട്ടുള്ളത്. അച്ഛൻ മരിച്ച ഉടനെ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. ഒരാൾ വീട്ടിൽ മരണപ്പെട്ടാൽ അതിൽ തൂങ്ങിയിരുന്ന് കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അവരെന്തായാലും മറ്റു ചിലരെയൊക്കെ പോലെ ഇരക്കാനും തെണ്ടാനും ഒന്നും ഇല്ലല്ലോ വന്നത്, ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു ടൈമിലല്ലേ. അപ്പം പ്രൊമോഷൻ ജോലിയാണോ എന്ന് വെച്ചാൽ അതെ ആണ്. അവർക്ക് ആ കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ അവർക്ക് അത്രയും സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടിയതും അവരെ കാണാൻ 10 പേരുണ്ടെന്നുള്ളതും ഒരു ചെറിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രൊമോഷനിൽ കൂടിയാണെങ്കിലും കുടുംബം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആ മകൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. അത് വളരെ നല്ല അക്സെപ്റ്റൻസ് ഉണ്ടാകേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ നടക്കുന്നതൊക്കെ യുദ്ധങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ലഹളയാണ്. ഇതിൽ അമ്മായിയമ്മ കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പം മിക്ക ആൾക്കാരുടെയും ഒരു ചർച്ചാ വിഷയം. ഞാനും അതിനെപ്പറ്റി പറയാൻ തന്നെയാണ് വന്നത്. ഈ അമ്മായിയമ്മയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്കതിവിടെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള അമ്മായിയമ്മമാരെ തീർത്തും ഇഷ്ടമില്ല. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളെ മകനെ നമ്മൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വരുന്ന പെൺകുട്ടി, അവന് പാർട്ട്ണറായി വരുന്ന പെൺകുട്ടിയെ നമ്മൾ അത്രയും കൺസിഡർ ചെയ്യണം. അവൻ്റെ പാർട്ട്ണറാണ്, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അവൻ്റെ ഏറ്റവും നല്ല പാതിയാണ്. ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കാൻ സാധിക്കാത്ത ഓരോ അമ്മയും പരാജിതരാണ് എന്ന് പറയും. അത്രയും പരാജയപ്പെട്ട ഒരു അമ്മ ഇരുന്നു കൊണ്ട് മരുമകളെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്കത് തീർത്തും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അമ്മയുടെ പ്രായം കണക്കിലെടുത്ത് നമുക്കത് ഇഗ്നോർ ചെയ്യാം എന്നതിനപ്പുറം ആ അമ്മ ചെയ്ത് ഭയങ്കര ഭീകരവും വൃത്തികെട്ട രീതിയിലുമാണ്. രണ്ടാമത്തെ കാര്യം, മകൻ മരണപ്പെട്ടു. 2 പെൺമക്കളാണുള്ളത്. ആ കുടുംബം ഇനി എങ്ങനെ മുൻപോട്ട് പോകും? അവർക്ക് ജോലിയില്ല. അവർക്ക് ആകെ ഉള്ളത് ഈ ഒരു വ്ളോഗിൽ കിട്ടുന്ന വരുമാനമാണ്. അത് ചെറിയ വരുമാനമൊന്നുമല്ല, നല്ല എമൗണ്ട് തന്നെ കിട്ടും. പക്ഷെ അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം, അതിന് നല്ല വ്യൂ ഉണ്ടാവണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് ഈ വ്ളോഗൊക്കെ ചെയ്ത് തന്നെയാണ് വീട് വയ്ക്കുന്നതും കാറ് വാങ്ങിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരതുമായിട്ട് മുൻപോട്ട് പോകുന്നത് ചെറിയ കാര്യമല്ലല്ലോ. പിന്നെ മകൻ മരിച്ചതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അമ്മായിയമ്മ മരുമകളുടെ തലയ്ക്കാണ് ഇടുന്നത്. ഒരിക്കലുമല്ല. നമ്മുടെ വീട്ടിലൊരാൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ ഉത്തരവാദി നമ്മളെല്ലാവരും തന്നെയാണ്. സൂയിസൈഡ് ആണെങ്കിൽ പറയാനും പാടില്ല. കാരണം അമ്മ അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, മരുമകളുമായി ശണ്ടയുണ്ടെങ്കിൽ പോലും ആ മകൻ ഒരു അമ്മയൊന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ലോകത്ത് എത്ര വലിയ വ്യക്തിയാണെങ്കിലും നമ്മളുടെ പെറ്റമ്മയെ വിളിച്ചൊരു കാര്യം ഒന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അത് ലോകത്ത് എവിടെയും കിട്ടത്തില്ല. അപ്പോൾ അവൻ അങ്ങനെ വിളിക്കാനായിട്ട് ഒരു അമ്മ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതേസമയം ഇനി അവർ തമ്മിൽ വഴക്കിലാണ് അയാൾ കയറി ആത്മഹത്യ ചെയ്തത് എങ്കിൽ പോലും ആ മരിച്ചതിന് കാരണക്കാരൻ അമ്മയും കൂടെയാണ്. അമ്മയുമായിട്ട് സംസാരമില്ല, അമ്മയുമായിട്ട് കാലങ്ങളായിട്ട് ബന്ധമില്ല, അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും മരുമോളും അമ്മായിയമ്മയൊക്കെ പൈസയുടെ കണക്കുകൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നത്. അതൊക്കെ സ്വാഭാവികം. ഒരു കുടുംബത്തിൽ ശണ്ട ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ ശരി തന്നെയാണ്. ഇപ്പോൾ 2 പക്ഷത്തും നിന്ന് ചിന്തിക്കുമ്പോൾ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുന്ന മരിച്ചുപോയ വ്യക്തിയാണ്. ഒരാൾ മരണം കൊണ്ട് വലിയവനാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്നാലും ഇനി അയാളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ആ കുട്ടികൾക്കുണ്ടാകുന്ന അപമാനം മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അമ്മ കുറച്ചങ്ങ് ഒതുങ്ങുന്നതായിരിക്കും നല്ലത്. ഈ അമ്മായിയമ്മയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിൻ്റെ ആരോ പ്രൊവോക്ക് ചെയ്ത് ആരോ പറഞ്ഞു കൊടുത്ത സ്ക്രൂവും കയറിക്കൊണ്ട് വന്നിരുന്ന് അവരെ ഇൻ്റർവ്യൂ എടുക്കാൻ കാണിച്ച വലിയ മനസ്സുണ്ടല്ലോ ചാനലുകാരുടെ, അതും നമിക്കാതെ പാടില്ല.
ഇപ്പോൾ ഒരു കുടുംബ വഴക്കിനെ കൊണ്ടുവന്ന് ഈ കഥയെല്ലാം ജീവിതം പോലൊരു ടൈമിലാക്കി വൾഗറാക്കി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടിക്ക് ബലം കൊടുക്കുക, ആ പെൺമക്കളുടെ അമ്മയ്ക്ക് ബലം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യാൻ കഴിയുന്നത്. കാരണം അച്ഛനോ നഷ്ടപ്പെട്ടു, ഒരു ബോധവും ഇല്ലാതെ 2 പെൺമക്കളെ അനാഥത്വത്തിലേക്ക് വിട്ടുകൊണ്ട് ആ അച്ഛൻ ചെയ്തൊരു ചെയ്ത്തുണ്ടല്ലോ. ഇനി അവരുടെ മാരേജ്, അതിന് തുടർന്നുള്ള എക്സ്പെൻസ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന അവരുടെ കുറേയധികം കാര്യങ്ങൾക്കൊക്കെ ഒരു അച്ഛനെന്ന സ്ഥാനം നമ്മളവിടെ ഉണ്ടാകണം, വേണ്ടേ? ആ അച്ഛൻ അതൊന്നും ഓർക്കാതെ കയറി തൂങ്ങുകയാണ്. സൂയിസൈഡ് ചെയ്യുന്നവർക്ക് ഈസിയാണ്, പെട്ടെന്ന് അങ്ങ് തീർക്കാം. പക്ഷേ അതിന് ചുറ്റും പിന്നുള്ളവർ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ. സൂയിസൈഡ് ചെയ്ത വ്യക്തിക്ക് ആരോടും സ്നേഹമില്ല. അമ്മയോട് മിണ്ടാതെ തന്നെ എത്രയോ കാലം ഇരുന്നു. അപ്പം പെറ്റമ്മയോട് സ്നേഹമുണ്ട്. അമ്മയുമായി വഴക്കുണ്ടെങ്കിൽ തന്നെ അത് ഇത്ര ദിവസത്തിന് മേളിൽ നിൽക്കാതെ പോയി സംസാരിച്ച് തീർത്ത് അവരുമായി മുൻപോട്ട് പോകാൻ കഴിയാത്ത അയാൾ സത്യം പറഞ്ഞ ഒരു പരാജയപ്പെട്ട മകനാണ്. അതേപോലെ വൈഫ് എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ വൈഫുമായിട്ടുള്ള തർക്കത്തിൽ കയറി തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ പരാജയപ്പെട്ട ഒരു ഭർത്താവാണ്. 2 പെൺമക്കളുടെ അച്ഛനായ അയാൾ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ പെൺമക്കളെ തനിച്ചാക്കിക്കൊണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അയാൾ പരാജയപ്പെട്ട ഒരു അച്ഛനാണ്. എല്ലാ നിലയിലും പരാജയപ്പെട്ട ഒരു പരാജയം ജീവിക്കുന്നതിലും ഭേദം മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. എനിവേ, അവർക്ക് അതിനകത്ത് കോമ്പൻസേഷനോ വല്ലതും കിട്ടുമെന്നുണ്ടായിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. അല്ല ഗവൺമെൻറ് ഉദ്യോഗത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വല്ല പ്രയോജനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടികളെയും കൊണ്ട് ഈ അമ്മായി എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല. പതറി പണ്ടാരടങ്ങിയിരിക്കുന്ന അവരെ വീണ്ടും സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാൻ ഒരു ടീം അംഗം തയ്യാറായി നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ കിക്കണ്ണന്മാരുടെ സ്ഥിര പരിപാടിയാണ്, ആദ്യം ഒന്ന് പൊതിഞ്ഞു പിടിക്കും, പിന്നെ ശത്രുവാക്കും, പിന്നെ പൊതിഞ്ഞു പിടിക്കും. അങ്ങനത്തെ അവർക്ക് കുറേ കണ്ടന്റ് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം. അവരെ കൊണ്ടൊന്നും ഒരു കാര്യവും സാധിക്കില്ല എന്നുള്ളത് എത്രയോ വിഷയങ്ങളിൽ നമ്മൾ തെളിയിച്ച കാര്യങ്ങളാണ് അവർ. അപ്പോൾ ഈ വിഷയത്തിൽ ബെഹറിലുള്ള അദ്ദേഹത്തിൻ്റെ സാമഗ്രികൾ ഇങ്ങോട്ട് എത്തിയില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ തൂങ്ങി നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ബ്രേസ്ലെറ്റൊന്നും ആർക്കും ഊരിയെടുക്കാൻ ഒക്കത്തില്ല. അയാളുടെ അസറ്റുകളായ മൊബൈലായാലും ബാക്കി കമ്പ്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ അവരുടെ കൂട്ടുകാർ ഇടപെട്ട് അവരെടുത്ത് കൊടുത്തു വിടുന്നതായിരിക്കും അതിൻ്റെ ഒരു മര്യാദ. അത് ചെയ്തിട്ടില്ല വെച്ചാൽ അവരത് അടിച്ചു മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എംബസി മുഖാന്തരം കംപ്ലയിൻറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഫലം ഉണ്ടാകില്ലെന്ന് എനിക്കറിയില്ല, വലിയ സാധ്യതയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ പലരുടെയും സജഷൻസ്, ഇവരുടെ കമൻറ്റ് സെക്ഷനിൽ സജഷൻസ് കണ്ടിട്ടാണ് ഞാനിത് ഈ ഒരു അഭിപ്രായം പറയുന്നത്. ഈ പറയുന്ന പെൺകുട്ടി അവിടെ ചെന്നാൽ, ഇത് വിസിറ്റിലൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും സാധിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ ഇപ്പം ദുബായിലൊക്കെ ആണെങ്കിൽ ഒത്തിരി അസോസിയേഷൻസ് ഉണ്ട്, ഇന്ത്യൻ അസോസിയേഷൻ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരിത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. മാത്രവുമല്ല ഒരു കൂടെ വർക്ക് ചെയ്തവരെല്ലാവരും കൂടെ തന്നെ ചേർന്നിട്ട് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ പെൺകുട്ടി തന്നെ മുൻപിട്ട് ഇറങ്ങണം. പിന്നെ ഇതിനകത്തൊരു അവകാശ തർക്കമുണ്ട്, മകൻ്റെ സ്വത്തുക്കൾക്കെല്ലാം അധികാരി അമ്മയാണോ എന്ന്. അമ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും മതിയായിട്ടില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഏറ്റവും വലിയ അവകാശി ഭാര്യ തന്നെയാണ്. ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്, ഡിവോഴ്സി അല്ല വെച്ചാൽ ആ ഭാര്യ തന്നെയാണ് അവകാശി. അമ്മയ്ക്കുള്ള അവകാശം ഭാര്യയും കൂടെ ചേർന്ന് മനസ്സ് വെച്ച് കൊടുക്കണം. ഇനിയുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ ഈ മരുമകളായിരിക്കണം അത്രേ അവരെ നോക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിലോ അങ്ങനെ ഒരു ഗതികേടുണ്ടെങ്കിലോ പറയാനൊക്കത്തില്ലല്ലോ. ആരായിരിക്കും, എപ്പോഴായിരിക്കും, ആരെ കൈയായിരിക്കും നമുക്ക് കൈത്താങ്ങാകുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല ഈ പെൺകുട്ടികളാണ്, അവർക്ക് 2 പേർക്ക് നല്ല ജോലി കിട്ടി അവർ നല്ലൊരു സെറ്റിൽ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛമ്മയെ അവർ പൊന്നുപോലെ നോക്കും, കൊണ്ടുപോകും. പക്ഷെ നമ്മളുടെ ധാർഷ്ട്യം ഒഴിവാക്കണം. വിവാഹം കഴിച്ചു വന്ന പെണ്ണ് സിനിമയ്ക്ക് പോകാൻ പാടില്ല, പെണ്ണ് ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, അവളെ തിരുത്താൻ വേണ്ടിയിട്ട് അവളുടെ അമ്മയെ കൂടെ നിർത്തുന്നു, ഇത്യാദി കാര്യങ്ങളാണ് ആ അമ്മായിയമ്മ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത്. സത്യം പറഞ്ഞ ഒരു ടിപ്പിക്കൽ കുലസ്ത്രീ എന്നതിനപ്പുറം അവർക്ക് ഒരു വാല്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാത്ത കുറേയധികം കുലസ്ത്രീ പരിവേഷമുള്ള ആൾക്കാരുടെ ചിന്താധാരയാണ്. നമ്മൾ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ്റെ നേർപാതിയായിട്ടാണ് അവൾ വന്നു ചേരുന്നത്. അവൻ എത്ര വാല്യൂ ഉണ്ടോ അതിനെക്കാട്ടിൽ 1 മടങ്ങ് കൂടുതൽ വാല്യൂ നമ്മൾ ആ പെൺകുട്ടിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ആ വീടേ നരകമാകാൻ ആ ഒരൊറ്റ കാരണം മതി. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും ഇൻറ്റിമേറ്റായ ഒരു റിലേഷൻഷിപ്പാണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. അതിൽ ആ പയ്യന് ഉടനീളം സ്വസ്ഥത കൊടുക്കാതിരുന്നത് ഈ മരുമകളൂട്ടിയല്ല, അമ്മയാണ്. കാരണം പക്വതയോടുകൂടി ചിന്തിച്ച് പെരുമാറേണ്ടിയിരുന്ന അമ്മ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അവർ രണ്ടും ഒന്നിച്ച് നിൽക്കുകയും അവൾക്കൊപ്പം പോയി വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാനും തയ്യാറാകുന്നിടത്ത് അവൻ്റെ ഇഷ്ടം പുറത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. അവന് താല്പര്യം അവൻ്റെ ഭാര്യയാണ്. അമ്മ എപ്പോഴും അമ്മയായിട്ട് അവിടെ ഉണ്ടാകും. ഭാര്യ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോവും എന്നുള്ളൊരു വിഷമം അയാൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ ഇവരുടെ വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ അച്ഛനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇവർ പോയി എയർപോർട്ടിൽ പോകുന്നത്.
വരവേൽക്കാനായിട്ട് പോയി നിൽക്കുന്ന ആ കുട്ടികളുടെ സന്തോഷം, ആ വ്ളോഗ് ഒക്കെ ഓക്കെ ആണെങ്കിലും അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ അയാളുടെ വായിൽ നിന്ന് ആദ്യം വന്ന് ഇനി നമുക്ക് വീട്ടിലേക്ക് പോയി തുടങ്ങാം വഴക്കുകൾ. അപ്പോൾ അവിടെ സ്ഥിരമായി ഇതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി അവർ കാണിക്കുന്ന കുറേയൊക്കെ അവരുടെ അഭിനയങ്ങളാണ്. ശരിയായിരിക്കും, എല്ലാവർക്കും എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, എല്ലാവർക്കും അങ്ങനെ എല്ലാ വിഷയങ്ങളും പുറത്തേക്ക് പറയണമെന്ന് താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ എൻ്റെയും ഒരു അഭിപ്രായം സെയിം തന്നെയാണ്. വീട്ടിലെ വഴക്കുകളും പ്രശ്നങ്ങളും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ആ പെൺകുട്ടി വളരെ നന്നായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മക്കൾ, 2 പെൺമക്കളാണ്. ആ കുട്ടികളുടെ ഭാവിയെ കൂടെ ബാധിക്കുന്ന രീതിയിൽ ഒരു അച്ചമ്മ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ എന്ത് ഗെയിനാണുള്ളത്? എന്താണ് ഇവർക്ക് കിട്ടുന്ന ഒരു പ്രയോജനം? മകനെക്കുറിച്ച് ആ മകൾ പിന്നെയും കൺട്രോൾ ചെയ്താൽ പറയുന്നത്, ഒരുപാട് കാര്യങ്ങളൊന്നും അവർ വിട്ടു പറയുന്നില്ല. മകൻ മുമ്പ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്മ സംസാരിക്കാതായിട്ട് 1 വർഷം. ഒരമ്മയ്ക്ക് മകനോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ 1 വർഷമൊക്കെ? അപ്പോൾ ആ അമ്മയ്ക്ക് തീർത്തും ഈ മകനോട് യാതൊരു കൺസേണും ഉണ്ടായിരുന്നില്ല എന്നല്ലേ അതിൻ്റെയൊക്കെ അർത്ഥം. പൂർണ്ണമായും പരാജിതയായ ഒരു അമ്മ ഇരുന്നു കൊണ്ട് മരുമകളെ തെറി പറയുന്നു, അല്ലെങ്കിൽ മരുമകളെ മോശം പറയുന്നു. ഒരു കാരണവശാലും ആ പെൺകുട്ടികളെയും ആ അമ്മയെയും ആക്രമിക്കാനോ അനാവശ്യ കമൻ്റ് ഇടാനോ അവരെ വേദനിപ്പിക്കാനോ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അമ്മയെ ശ്രദ്ധിക്കുക, കമൻസ് അമ്മയിൽ നിന്ന് ഒഴിവാക്കുക. കാരണം നമ്മളുടെ സമൂഹത്തിൽ മാനസിക രോഗികളാണ് അധികം. 90% വരുന്ന മാനസിക രോഗികൾ മറ്റൊരാളുടെ വിഷമം പറയാനും അയാളെ അത് പറഞ്ഞ് കുത്തി നോവിക്കാനും അതിൽ കൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്ന സൈക്കോകളാണ്. അപ്പോൾ അവരിടുന്ന കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുക. അതിനകത്തൊന്നും ഒരു ഇതും വിചാരിക്കേണ്ട കാര്യമില്ല. റോങ് കമൻസ് ആണോ അത് സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നോർമൽ ആയിക്കോളും. അമ്മയ്ക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുക. അനാവശ്യമായി ആർക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് വന്നിരിക്കേണ്ട കാര്യമില്ല. യു ഹാഡ് ഇനഫ്. ഇപ്പം തന്നെ ഇഷ്ടം പോലെ ധാരാളം എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, വിവാഹബന്ധം എന്നത് നമ്മളുടെ കുഞ്ഞിനൊരു പാർട്ട്ണറെ തേടി കൊടുക്കുകയാണ്. ഒറ്റയ്ക്കാണ്. ജീവിതത്തിൽ അവൻ മുന്നേറണം, ആണായാലും പെണ്ണായാലും. പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ, അതായത് തല്ല്, പിടി, വഴക്ക്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മാത്രം നമ്മളത് എന്താണെന്നൊന്ന് അന്വേഷിക്കുക എന്നതിനപ്പുറം അതിനകത്തൊരു അഭിപ്രായത്തിന് പോലും പോകാതിരിക്കുന്നതാണ് നല്ല കാര്യം. 2 പേരും ഏറ്റവും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണത്. അതിനകത്ത് നമ്മൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അവരൊന്നാകും. വെറുതെ പോയി ഇത് കാണാനായിട്ട് നിൽക്കണ്ട. പിന്നെ ചില അമ്മമാർക്കൊരിതുണ്ട്, ഞാനാണ് ഇവിടെ സർവ്വം, അപ്പോൾ എൻ്റെ മകൻ ഞാൻ പറയണതെല്ലാം അനുസരിക്കണം. മരുമകൾ എന്ന് പറയുന്ന കൊച്ച് വീട്ടിലെ ജോലി ചെയ്യാനും വീട്ടിലെ അത്യാവശ്യം എടുപിടി വേലയ്ക്കുമുള്ള ഒരു സ്ത്രീയായിട്ടും എൻ്റെ മകന് കിടപ്പറയിൽ ശരീരം പങ്കുവയ്ക്കാനുള്ളൊരു സ്ത്രീയുമായിട്ടും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് പല അമ്മമാരും മക്കളെ കൊണ്ട് കെട്ടിക്കുന്നത്. അങ്ങനെയല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ ആ പെൺകുട്ടികൾ സാമ്പത്തിക ഭദ്രതയുള്ളവരായി ആദ്യം തന്നെ മാറാൻ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെൺകുട്ടികൾ ജോലിക്ക് പോകണമെന്ന് പറയുന്നത്. നമ്മളുടെ സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയറായി നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അടിമത്തത്തിന് ഒരു കുറവുണ്ടാവും. കാലങ്ങളായി പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു ധർമ്മസങ്കടം ഇത് തന്നെയാണ്. വിവാഹം കഴിച്ച് എന്നാൽ രാവിലെ ഉറക്കം എഴുന്നേറ്റില്ല, ചായ ഇട്ടില്ല, സിനിമയ്ക്ക് പോകണമെന്ന് പറയണു, പുറത്ത് പോകണമെന്ന് പറയണു, വരവറിയാതെ ചിലവാക്കുന്നു, ഇത്യാദി കർമ്മങ്ങൾ പറയുന്നുണ്ട്. ഈ പെൺകുട്ടി വളർന്ന സാഹചര്യവും മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതാണെന്നും അവൾക്ക് നമ്മളുടെ വീടുമായി സിങ്ക് ആവാൻ ടൈം വേണമെന്നും ഒരു ബോധമില്ലാത്ത മനുഷ്യരാണ് അതിൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറ്റി കൊടുക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഉടനെ അവൾ ഒരു ഉത്തരവാദിത്വത്തിൽ അങ്ങ് ആകുകയാണ്. അമ്മയാവുക എന്നുള്ളതൊരു ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ ഭാര്യയായി കഴിഞ്ഞാൽ ഭയങ്കരമായ ഉത്തരവാദിത്വം, അതായത് അടുക്കള എന്നൊരു സംഗതി പെണ്ണിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുക്കുന്ന ഒരു ടേമുണ്ട്. ഈ അമ്മ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. മകന് ചോറ് വിളമ്പി കൊടുത്തില്ല, മകന് ഞാനാണ് ചോറ് വിളമ്പി കൊടുക്കുന്നത്, മകന് ചോറ് വിളമ്പി തിന്നാൻ അറിയത്തില്ലയോ, മോള് ചോറ് വിളമ്പി കൊടുത്താലേ പറ്റുള്ളൂ. അതായത് ചില നിഷ്ഠകൾ മക്കളെ ശീലിപ്പിക്കുക മാത്രമല്ല, ആ നിഷ്ഠകൾ മരുമക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവനെ വീണ്ടും ഒരു മടിയനാക്കി വളർത്താനായിട്ട് അമ്മ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി ജീവിത വഴിയിൽ അവൻ്റെ ഒപ്പം നിന്നുകൊണ്ടൊരു വീടുണ്ടാക്കി, കാറ് വാങ്ങി, അവളുടെ ജീവിതം പയ്യെ കരുപിടിച്ച് കൊണ്ടുവരുന്ന ഇടത്ത് ഈ ഒരു അവസ്ഥയിൽ മകനും നഷ്ടപ്പെട്ടു. ഇനിയും ആ പെൺകുട്ടിനെ നിരന്തരം ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ഒരു ശ്രമഫലം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായത് ഏത് വീഡിയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിദേശത്ത് അയാൾ മരണപ്പെട്ടതിന് ഈ അമ്മയെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല, പിന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. മരിച്ചത് അവരുടെ ഭർത്താവാണ്, അവരുടെ ജീവൻ്റെ പാതിയാണ്, ആ കുട്ടികളുടെ അച്ഛനാണ്. പകച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന ആ കുട്ടികൾക്ക് എന്തറിയാം, ആരോട് പരാതി പറയാൻ? ഇതൊക്കെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെടേണ്ട കേസുകളാണ്.
അതിനെപ്പറ്റിയൊക്കെ അവരൊക്കെ ചെയ്യുന്നതിന് പകരം ഒന്നും അറിയാത്ത, പിന്നെ അവരെ വീട്ടിൽ ദിനംതരം ആളുകൾ തൂങ്ങി മരിച്ചിട്ടിരിക്കുകയില്ലേ, അവർക്ക് ആ പ്രൊസീജിയർ അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വായ്ത്താളം അടിക്കുക, എന്തെങ്കിലും അങ്ങോട്ട് തള്ളി കൊടുക്കുക എന്നതിനപ്പുറം ആ കുട്ടികൾ അനുഭവിക്കുന്ന വേദനയെ പറ്റി ആർക്കും ഒരു കൺസേൺ ഇല്ല. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊമോഷൻ ചെയ്തു. പിന്നെ എന്നാൽ പിന്നെ ഈ പറയുന്നവർ കൊണ്ട് കൊടുക്കുമോ അതുങ്ങൾക്ക് ചാപ്പാട്? അതുങ്ങൾക്ക് ഫീസ് അടയ്ക്കണം, EMI അടയ്ക്കണം, ഹൗസ് ലോൺ ഉണ്ട്, ഇതൊക്കെ ഈ പേയ്മെൻറ്റൊക്കെ നിങ്ങൾ കൊണ്ട് കൊടുക്കുമോ? ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവരുടെ വ്ളോഗ് കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറം അനാവശ്യമായി അവരെ പോയി ഇറിറ്റേറ്റ് ചെയ്ത് ആ സ്ത്രീയും കൂടെ ഇനി എന്തെങ്കിലും ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധാരാളമായിട്ട് ചെയ്തോളൂ. കാരണം സൈക്കോകളുടെ ഇടയിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വലിയ ടാസ്ക്കാണ്. ഇത്രയും സൈക്കോസിസമുള്ള മനുഷ്യരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊരു മനുഷ്യരാണെന്ന് ഓർത്ത് നോക്കിയാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ എക്സ്പ്ലനേഷന് വിളിച്ചുകൊണ്ടുവന്ന് ഇരുത്തേണ്ട ഒരു ഗതികേട് ആ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. വലിയ പുണ്യപ്രവൃത്തി ആളുകൾ ചെയ്തു കൂട്ടുന്നത്, മനസ്സിലായില്ലേ? ഇനി ഈ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. അച്ഛനെ കൊന്നത് അമ്മയാണ് എന്ന രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടായോ? ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊന്നും പോകണ്ടായോ? അതിൻ്റെയൊക്കെ ഒരു നാണക്കേടും ബുദ്ധിമുട്ടും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കുട്ടികളെ എങ്ങനെ അവഹേളിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഇപ്പോൾ അവർ വീണ്ടും റീസെൻ്റ്ലി ഓണം ആഘോഷിക്കുന്നതിനെ പറ്റിയൊക്കെ എടുത്ത് വ്ളോഗൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇനി അതിനും അതുങ്ങളെ വേണമെങ്കിൽ കുറേ കൂടെ പീഡിപ്പിക്കുക എന്നുള്ളതാണ്. അതുങ്ങൾ ജീവിക്കട്ടെ, വരുമാനം വേണ്ട ഒരു ആവശ്യഘട്ടമാണ്. എന്നും വന്നുകൊണ്ടിരുന്ന ഒരു ഇൻകം അവിടെ സ്റ്റോപ്പായിരിക്കുകയാണ്. പിന്നെ ജോലി നഷ്ടപ്പെട്ട പതറിപ്പോകും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ആണെങ്കിൽ വല്ലാണ്ട് പതറിപ്പോകും. വീട്ടിലേക്ക് വിളിച്ചൊരു കംഫർട്ടിന് സംസാരിക്കുമ്പോൾ ഓപ്പണായിട്ട് പറയാതിരുന്ന ഒരുപക്ഷെ എതിരിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാനും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം എനിക്ക് തീരെ വയ്യാണ്ട് വരുന്ന സമയത്ത് എൻ്റെ മകനെ ഫോണിൽ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ബിസിയാണ്, പിന്നെ വിളിക്കുന്നതിന് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര മനപ്രയാസം വരും. പക്ഷെ അവർക്കറിയില്ല. ഒരുപക്ഷെ അവർ റോഡിലോ മറ്റോ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഫോൺ കട്ട് ചെയ്യണത്. കാരണം ആ സൗണ്ടിൽ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് അപ്പോഴവരുടെ അടുത്ത് സംസാരിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ വിളിക്കുമ്പോഴായിരിക്കും അവരത് കട്ട് ചെയ്യുന്നത്. അതൊരു ക്രൈമൊന്നുമല്ല. അവർക്ക് അപ്പോഴും അത് സാഹചര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു ബന്ധുക്കളുടെ ഇടയിലായിരിക്കും. ആ സമയത്ത് വിളിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു കട്ട് ചെയ്യും. ഉടനെ എന്നെ നോക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ കയറി തൂങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവരുടെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തിരിച്ച് ഇവർ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ മെസ്സേജ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യുക. കാരണം അത് മനസ്സിലാക്കുക. അവരൊരു വല്ലാത്ത ഒരു ഏരിയയിലാണുള്ളത്. ഒരു പെട്ടിക്കൂട് പോലത്തെ ഒരു റൂമിനകത്ത് അടകപ്പെട്ട ഒരു വല്ലാത്ത അവസ്ഥയാണ് ഗൾഫിലുള്ള മിക്ക പ്രവാസികളും അനുഭവിക്കുന്നത്. അവർക്ക് കെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരത് ഓപ്പണായിട്ട് വീട്ടിലുള്ളവരോട് പറയണം. ഞാനവിടെ ഭയങ്കര സംഭവമാണ്. നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ബാഹുല്യം അനുസരിച്ചിട്ടായിരിക്കും അവർ നമ്മളുടെ ഒരു രീതി അനലൈസ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ അമിതമായി സാധനങ്ങൾ കൊണ്ടുവന്ന് തള്ളരുത്. 7 കിലോയ്ക്ക് മേളിൽ കൊണ്ടുവരാനും കൊണ്ടുപോകാനും നിൽക്കരുത്. നമ്മളുടെ ആവശ്യ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുക. ഫിനാൻഷ്യലായിട്ട് അത് പൈസ കുറച്ച് നമ്മൾ സേവ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് വല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്നതിനപ്പുറം ചുമന്ന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇവർ വിചാരിക്കുന്ന അവിടെ വെറുതെ ഫുട്പാത്തിൽ വെറുതെ കിടക്കുന്ന സാധനങ്ങൾ വാരിക്കൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ 1-ന് 10 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. പ്രവാസി എന്ന് പറയുമ്പം ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ തന്നെ നമ്മളൊക്കെ അങ്ങനെയാണ്. ഞാനൊക്കെ ചെന്നിറങ്ങുമ്പോൾ തൊട്ട് വാങ്ങിക്കാൻ തുടങ്ങും. എല്ലാ മാസവും ഓരോരുത്തർക്കുള്ള ഓരോരോ സാധനങ്ങൾ വാങ്ങി ചേർക്കാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോഴേ ഒരു വർഷം കഴിയുമ്പോൾ വരുമ്പോഴത്തേക്ക് വലിയൊരു കുറച്ചധികം സാധനങ്ങൾ ആവുകയുള്ളൂ. അതും ഒരു പരിധിവരെയൊക്കെ ചെയ്തുള്ളൂ. കുറച്ചൊക്കെ വെളിവ് വന്നപ്പോൾ അങ്ങ് നിർത്തി. കാരണം ഇത് കൊണ്ടു കൊടുക്കുമ്പം അതിനെ തുടർന്നുള്ള കുറ്റപ്പെടുത്തലുകളല്ലാതെ നന്ദി എന്ന് പറയുന്നത് ഒരാൾക്കും ഉണ്ടാകത്തില്ല. ചുമ്മാ കിട്ടുന്നില്ലെന്ന് ഒരാൾ ചോദിക്കുന്നിട്ട് ഷോക്കിംഗ് ആയി ഞാൻ കേട്ടു. അതായത് അമൃതാഞ്ചൻ, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അമൃതാഞ്ചൻ. ഈ അമൃതാഞ്ചൻ കൊണ്ടുവന്നു നിനക്ക് അവിടെ ചുമ്മാ കിട്ടുന്നില്ലേ, ഒരെണ്ണം വരുമ്പോൾ ഒരെണ്ണം എടുത്തുണ്ട്. ചുമ്മാ ആരവിടെ കൊടുക്കുന്നു? അവിടെ എന്താ റോഡിൽ കിടക്കുന്ന സാധനങ്ങൾ? അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കുഴപ്പം കൊണ്ടാണ്. അവിടെ ജീവിക്കുന്ന എല്ലാ പ്രവാസികളോടും പറയാനുള്ളത് നമ്മുടെ ശമ്പളം എത്രയാണ്. ഇപ്പോൾ 10,000 രൂപ ശമ്പളമാണെങ്കിൽ നമ്മൾ വീട്ടിൽ 5,000 എന്നേ പറയാവുള്ളൂ. അതേ പറയാൻ പാടുള്ളൂ. ബാക്കി നമുക്കായി ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ അമ്മയ്ക്കും മരുമകൾക്കും ഒക്കെ ഉള്ള കൺഫ്യൂഷൻ അതാണ്. അവന് ഇത്രയും ശമ്പളം ഉണ്ടായിരുന്നു, എവിടെ പോയി, എനിക്ക് അത് ആർക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നൊക്കെയാണ് ഇപ്പോഴും അവർക്ക് അറിയേണ്ട കാര്യം. അത് സ്വാഭാവികമായ ഒരു സംശയം തന്നെയാണ്. പക്ഷേ അതിന് കുറച്ചുകൂടെ സമയം കൊടുക്കൂ, എന്നിട്ട് ആലോചിക്കും. പിന്നെ ഈ ചൂടോടുകൂടി ഇത് തന്നെ അന്വേഷിക്കണം, അറിയണം എന്നൊക്കെ ഒരു വാശി പിടിക്കുമ്പം അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇങ്ങോട്ട് അയക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ സ്വർണ്ണമൊക്കെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കേണ്ട, ഒരു പ്രതീക്ഷയും വെക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കിട്ടത്തില്ല. അവരത്രയും ഒരു മുക്കിക്കാണും. അതുമാത്രമല്ല ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇത്രയേ ഉള്ളൂന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. അങ്ങനെയാണ് സംഭവിക്കുക. പിന്നെ ആ മുറി താമസിക്കാൻ തന്നെ എല്ലാവർക്കും ഒരു മടിയും ബുദ്ധിമുട്ടും കാണും.
അത് മാത്രമല്ല സീസും ചെയ്യപ്പെടും ചിലപ്പോൾ, ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത മുറിയൊക്കെ ചിലപ്പോൾ സീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അത് കാലം താമസമില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ മനസ്സമാധാനപരമായിട്ട് അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരുന്നു കൊണ്ട് ആലോചിച്ച് തീരുമാനമെടുത്ത് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. എന്ത് തന്നെ ആരൊക്കെ ഇട്ടിട്ട് പോയാലും ആരൊക്കെ മരിച്ചാൽ നിങ്ങൾക്ക് ജീവിച്ചല്ലേ പറ്റൂ. 3 നേരം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണ്ടേ, അവരുടെ ഫീസ് അടയ്ക്കണ്ടേ, അവരുടെ വിവാഹം, പിന്നെ അനുബന്ധമായി വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ തലയിലാണ്. അത് ശ്രദ്ധിക്കുക. ശരിക്ക് എഫർട്ട് എടുത്താൽ മുന്നേറി വരാൻ പറ്റും. ഒരുപാട് അമ്മമാർ വിധവകളായ ഒരുപാട് പേരുണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമ്മളുടെ ഭാഗത്തുള്ള ന്യായം ഒരാൾക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലായാലും മനസ്സിലാകാത്ത കണക്ക് അഭിനയിക്കുന്ന ഒരു പറ്റം ആൾക്കാർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഇഗ്നോർ ദം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അടുത്ത സബ്ജക്റ്റ് കിട്ടും, അവരതിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. എനിക്കും അങ്ങനെയാണ്. ഇതൊരു കണ്ടൻറ്റ്, അത് കഴിഞ്ഞാൽ മറ്റൊരു കണ്ടൻറ്റ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഇതൊരു വലിയ വിഷയമൊന്നുമല്ല. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളായ 2 പെൺമക്കൾ, അവർ നിങ്ങളെ കൈകാര്യം ചെയ്യും, നന്നായി നോക്കിക്കൊള്ളും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അമ്മയായാലും അമ്മമ്മയായാലും അമ്മായി അമ്മയായാലും നിങ്ങളുടെ സ്വന്തം ആൾക്കാരാണ്. അവരെ പരസ്പരം ചെളിവാരി എറിഞ്ഞാൽ നാട്ടുകാർക്ക് ഇതൊരു കാഴ്ചയ്ക്കുള്ള സംഗതി എന്നതിനപ്പുറം നിങ്ങൾക്കൊരു ലാഭവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയൊന്നും പറയാൻ പോകാതിരിക്കുക. അവരുടെ പ്രായത്തിന് ഒരു കൺസേൺ കൊടുക്കുക. ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ ബോധ നിലവാരമാണ് അവർ പറഞ്ഞത്. ബോധവും വിവരവും ഉള്ളവർക്ക് അവരുടെ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാകുന്നത് നല്ല അസൂയ മൂത്ത, അത്യാവശ്യം നാർസിസ് മെൻറ്റാലിറ്റി ഉള്ള ഒരു അമ്മായിയമ്മയാണ് അവർ. അതിനപ്പുറം ആ സ്ത്രീക്ക് ഒരു വാല്യൂവും കൊടുക്കേണ്ടതില്ല. കാരണം മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മായി അമ്മ ഇങ്ങനെയൊന്നും അവർ വന്നിങ്ങനെ പച്ചക്ക് ഇരിക്കുന്നുണ്ടല്ലോ. അവർക്ക് ഇങ്ങനെ ഒരു മകൻ മരിച്ച അമ്മ ഇങ്ങനെയാണോ ഇരിക്കുക? അതെന്താ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്തത്? ഭർത്താവ് മരിച്ച ഉടനെ അവൾ പെൻഷനെ പറ്റി ചോദിച്ചു. നല്ല കാര്യമില്ല. പിന്നെ വിധവാ പെൻഷൻ എന്ന് പറഞ്ഞാൽ 50,000 രൂപ കിട്ടൂലേ, 2,000 രൂപ കിട്ടും. അത് ആ കൊച്ച് ചോദിച്ചെന്നോ? 2,000 രൂപയോ? അത് ഈ പറയുമ്പം ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വിലയിരുത്തുന്ന ബോധം പോലുമില്ല അമ്മ ഇരുന്നങ്ങ് പറയാം. അത് അവരുടെ ബോധ നിലവാരം അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് അങ്ങോട്ട് കൺസിഡർ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. ഷോ മസ്റ്റ് ഗോ ഓൺ. ചെറുപ്പമാണ്, നന്നായി ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് എൻ്റെ ഭാഗം. ഈ വിഷയത്തിൽ എന്നോടൊരു അഭിപ്രായം ചോദിച്ച എൻ്റെ സബ്സ്ക്രൈബറിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങളിലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയൊന്നും എൻ്റെ കയ്യിൽ നിന്നുണ്ടാവത്തില്ല. എനിക്ക് തീർത്തും ആ പെൺകുട്ടി വളരെയധികം നിസ്സഹായമായി നിൽക്കുന്നതായിട്ടാണ് തോന്നിയത്. 2 പെൺമക്കളെയും കൊണ്ട് അനാഥയായി നിൽക്കുന്ന ആ പെൺകുട്ടി ഇനിയും പോയി ആക്രമിച്ച് അതിനെ കൂടുതൽ ഉപദ്രവിക്കുന്നതിലും ഭേദം നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക ആൻഡ് സബ്സ്ക്രൈബ് ഹർ ചാനൽ. ഉണ്ണിവാവ വ്ളോഗ്സ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.